ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോ ഇന്നിവിടെ നേരെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ 21ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മോഡൽ ഓക്സിലറി വെർബ്സിൽ വരുന്ന രണ്ട് ഓക്സിലറിയും കൂടിയാണ്. രണ്ട് മാത്രമല്ല, പഠിക്കാനുണ്ട്. ഇനി 9 ക്ലാസ്സും കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പൊ അതോടുകൂടി മോഡൽ ഓക്സിലറീസും ബാക്കി കുറച്ച് യൂസേഴ്സും ഒക്കെ തീരും കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ക്ലാസ്സിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, റിവിഷനും കൂടി നോക്കണം. അപ്പൊ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം തന്നെ റിവിഷൻ നോക്കാം. മിൽക്കുട്ടീനെ നമ്മൾ ഇന്ന് പരീക്ഷിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളും കൂട്ടത്തിൽ അതെ, എത്ര മാർക്ക് മിൽക്കുട്ടിക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന വെർബ് എന്നുള്ളത് ഇൻവൈറ്റ് കേട്ടോ. ഇൻവൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ക്ഷണിക്കുക. അതിന്റെ 3 രൂപങ്ങളാണ്: ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ്. ക്ഷണിക്കുക, ക്ഷണിച്ചു, ക്ഷണിച്ചിട്ട്. ആ മൂന്നാമത്തെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പിടിക്കണം കേട്ടോ. എന്നാലും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുള്ളൂ. ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ്. അതുപോലെ ക്ഷണം എന്നാണെങ്കിൽ നമ്മൾ അതിന് ഇൻവിറ്റേഷൻ എന്ന് പറയും. ക്ഷണം, അതായത് നമുക്ക് ഒരു വിളിയുണ്ട്, നമ്മളൊരു പരിപാടിയിലേക്ക് അവർ വിളിക്കുക എന്നുള്ള ആ ക്ഷണം ഉണ്ടല്ലോ. ഇപ്പൊ അമ്പലത്തിലൊരു പരിപാടി ഇൻവിറ്റേഷൻ ഉണ്ട്, അതിന് ഇൻവിറ്റേഷൻ ഉണ്ട് എന്നാ പറയാം. ഓക്കെ. അപ്പോ ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ്, അതുപോലെ ഇൻവിറ്റേഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് വെർബല്ല. ഇൻവിറ്റേഷൻ വെർബല്ല, ഇൻവൈറ്റ് ആണ് വെർബ്. ഓക്കെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിനക്ക് ക്ഷണമുണ്ടോ? നിനക്ക് ക്ഷണമുണ്ടോ? നിനക്കല്ലേ. അപ്പൊ ഡു യു ഹാവ് ആൻ ഇൻവിറ്റേഷൻ? ഡു യു ഹാവ് ആൻ ഇൻവിറ്റേഷൻ? നിനക്ക് ക്ഷണമുണ്ടോ എന്നായില്ലേ. ഇനിയോ, അവൾക്ക് ക്ഷണമില്ലേ? അവൾക്ക് ക്ഷണമില്ലേ? ഇല്ലേ എന്നാണ് ചോദ്യം. അപ്പോ doesn't she have an invitation? Doesn't she have an invitation? അവൾക്ക് ക്ഷണമില്ലേ? ചോദ്യമായില്ലേ. ഓക്കെ. ഇല്ലേന്നാണ്. ഡസന്റിൽ തുടങ്ങുമ്പോ ഇല്ലേന്നാണ്. ഇനി അവന് നാളെ ക്ഷണം ഉണ്ടാകും. ഉണ്ട്, ആകും. ഉണ്ടിന്റെ കൂടെ നമ്മള് ചേർത്ത് പറഞ്ഞാൽ മതി. അവന് വെച്ചിട്ട് പറഞ്ഞാൽ മതി. ഉത്തരല്ലേ? നാളെ ഉണ്ടാകും. അപ്പോ he will have an invitation tomorrow. He will have an invitation tomorrow. നാളെ അവന് ഒരു ക്ഷണം ഉണ്ടാകും. ഓക്കെ. ഇനി അവർ നിന്നെ ക്ഷണിച്ചോ? അവർ നിന്നെ ക്ഷണിച്ചോ? ചെയ്തോന്നാണ്, ചെയ്തു കഴിഞ്ഞതാണ്. അവർ നിന്നെ ക്ഷണിച്ചോ? ചോദ്യമാണ്. അവർ നിന്നെ ക്ഷണിച്ചോ? ചോദ്യം ആവുമ്പോ ദേലാണോ തുടങ്ങുക? അപ്പോ did they invite you? Did they invite you? അവർ നിന്നെ ക്ഷണിച്ചോ? അവർ നിന്നെ ക്ഷണിച്ചോ പരിപാടിക്ക് എന്ന് ചോദിക്കില്ലേ? അതാണ്. ഇപ്പോ അമ്പലത്തിൽ ഇപ്പോ അച്ഛനെ വിളിക്കുകയാണെങ്കിൽ നിന്നെ അവർ ക്ഷണിച്ചോ? Did they invite you? അവർ നിന്നെ ക്ഷണിച്ചോ എന്നാണ് ഇത് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത്, അവർ നിന്നെ ക്ഷണിക്കുമോ? അവർ നിന്നെ ക്ഷണിക്കുമോ? ചെയ്യുമോ? ക്ഷണിക്കുമോ? അപ്പോ അവർ നിന്നെ ക്ഷണിക്കുമോ? Will they invite you? Will they invite you? അവർ നിന്നെ ക്ഷണിക്കുമോ? ഓക്കെ. ഇനി ഞാൻ പറയാണ്, അവൾ നിന്നെ ക്ഷണിക്കണം. അവൾ നിന്നെ എന്തായാലും ക്ഷണിക്കണം. ഉറപ്പായിട്ടല്ല, അവള് ചെയ്തിരിക്കണം. നം എന്നുള്ള യൂസേജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് പറഞ്ഞാൽ മതി. അവൾ നിന്നെ ക്ഷണിക്കണം. അവൾ നിന്നെ ക്ഷണിക്കണം. She should invite you. She should invite you. അവൾ നിന്നെ ക്ഷണിക്കണം അല്ലേ? അങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടോ? പിന്നെ പറയാണ്, അല്ല പിന്നെ അവളുടെ വീട്ടില് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, അവളെന്തായാലും നിന്നെ ക്ഷണിക്കണം കേട്ടോ എന്ന് പറയില്ലേ? അവളുടെ വീട്ടിൽ പരിപാടികളുണ്ട്, അവളെന്തായാലും നിന്നെ ക്ഷണിക്കണം, അത് അവളുടെ കടമയാണ്.
അപ്പൊ നമുക്കൊരു നിർദ്ദേശം കൊടുക്കുകയാണ്, അവള് എന്തായാലും അത് ക്ഷണിക്കണം, അത് അവളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ പറയാം. ഓക്കെ, ഇനി നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കാര്യം ഉണ്ട് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു കാര്യം ഉണ്ട് എന്നുള്ളതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് ആലോചിക്കണം. ഒന്നെങ്കിൽ അതിന്റെ ദേർ വെച്ചിട്ടില്ല എന്തെങ്കിലും ആവും. ഓക്കെ, അപ്പൊ പറയണേ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്, അതായത് സ്ഥലത്തുണ്ടെന്നാ പറയുന്നത്. നമ്മൾ സ്ഥലം നമുക്ക് സ്ഥലത്ത്, അപ്പൊ നമുക്ക് സ്കൂൾ കൊടുക്കാം. സ്കൂളിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്, അത്ര പറയുന്നുള്ളൂ. ആർക്കും ഒന്നും ഞാൻ പറയുന്നില്ല. സ്കൂളിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്, എങ്ങനെ പറയും? സ്കൂളിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്, അവിടെ ഉണ്ട്, അവിടെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. There is an invitation at school. There is an invitation at school. സ്കൂളിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട്. ഇനി സ്കൂളിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. സ്കൂളിൽ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ പറയണേ, എന്റെ സ്കൂളിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. എനിക്കുണ്ടെന്നല്ല പറയണേ, എന്റെ സ്കൂളിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, there was an invitation in my school. There was an invitation in my school. അല്ലേ? അവിടെ ഹാഡ് വരില്ല. അവിടെ ഹാഡ് വരണമെങ്കിൽ ഐ ഹാഡ് വെച്ച് തുടങ്ങാം. അപ്പൊ അത് എനിക്കുണ്ട് എന്നാ പറയാം. എന്ന് നമ്മൾ അല്ല, എനിക്കുണ്ടായിരുന്നു എന്നാ പറയാം. ഇത് നമ്മൾ അങ്ങനെയല്ല പറഞ്ഞേ, എന്റെ സ്കൂളിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ, അല്ലെ? എനിക്കുണ്ടായിരുന്നു എന്നല്ല പറഞ്ഞേ. എനിക്കുണ്ടായിരുന്നു എന്നാണെങ്കിൽ ഐ ഹാഡ് വെച്ച് തുടങ്ങാം. ഓക്കെ, ഇനി പറയാണ് നാളെ എന്റെ സ്കൂളിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാകും. എങ്ങനെ പറയും? ഉണ്ടാകും. അവിടെ ഉണ്ടാവും. അല്ല, ചിലപ്പോഴല്ല, ഉറപ്പായിട്ടും ഉണ്ടാവും. നാളെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ there will be ഉണ്ടാകുന്നല്ല. ദേറിന്റെ കൂടെ വിൽ ബിയേ വരുള്ളൂ, ദേർ വിൽ ഹാവ് വരില്ല. ഓക്കെ, അപ്പൊ there will be an invitation in my school. അവിടെ എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ഉണ്ടാകും എന്ന് പറയുമ്പോ അവിടെ എന്നുള്ളത് ദേറാണ് ആണല്ലോ. ദേറിന്റെ കൂടെ ഒരിക്കലും വിൽ ഹാവ് വരില്ല. ഇനി എനിക്കുണ്ടാവും എന്ന് പറയുമ്പോ ഐ വിൽ ഹാവ് എന്ന് പറയാം. കാരണം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടറിയോ അത് പറയാത്തെ. കാരണം നമ്മളിവിടെ ഹാവ് പറയില്ലല്ലോ, പറയുന്നില്ല. ദേറിന്റെ കൂടെ ഹാവ് പറയും, അതുകൊണ്ടാകും ചിലപ്പോ വിൽ ഹാവ് വരാത്ത. അല്ല, അവിടെ പറയില്ല, അതുകൊണ്ട് തന്നെ വരാത്തത്. അവിടെ റൂളില്ല. ദേറിന്റെ കൂടെ വിൽ ബി മാത്രമേ പറയാൻ പാടുള്ളൂ. എന്റെ കൂടെ ഐ വിൽ ഹാവ്. വില്ല് പറയാൻ പറ്റൂലേ? വില്ല് പറയണം, അപ്പോഴല്ലേ ആവുന്നുള്ള കിട്ടുള്ളൂ. അപ്പൊ പറയണേ, എനിക്ക് നാളെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാവും എന്നാണെങ്കിലോ? ഉണ്ടാകും. എനിക്ക് നാളെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാവും. അപ്പോഴോ? എനിക്കുണ്ടാവും. എനിക്കുണ്ടാവും. അപ്പൊ ഐ വിൽ ഹാവ്. അവിടെ ഐ വിൽ ഹാവ് പറയണം. ഐ വിൽ ഹാവ് ആൻ ഇൻവിറ്റേഷൻ ഇൻ മൈ സ്കൂൾ. മറ്റത് there will be an invitation in my school. എൻ്റെ സ്കൂളിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാവും, അത് there will be an invitation. എനിക്ക് നാളെ എൻ്റെ സ്കൂളിൽ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാവുന്നതാണെങ്കിൽ ഐ വിൽ ഹാവ് ആൻ ഇൻവിറ്റേഷൻ ഇൻ മൈ സ്കൂൾ എന്ന് പറയണം. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നന്നായിട്ട് ആലോചിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ റിവിഷൻ ഇത്രയും മതി. അപ്പൊ നമുക്ക് നേരെ ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മേ ആൻഡ് മൈറ്റ് ആണ് കേട്ടോ. സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. ശരിക്കും ഇത് ക്ലാസ് എടുക്കേണ്ട ആവശ്യം തന്നെ അല്ല, ഇതിന്റെ അർത്ഥം മാത്രം പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് തന്നെ കൂട്ടി സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. അത്രയും സിമ്പിൾ ആണ്. കാരണം നമ്മൾ ഓൾറെഡി അത് പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ക്യാന് പഠിച്ചിട്ടുണ്ട്, ഷാള് പഠിച്ചിട്ടുണ്ട്, വില്ല് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വില്ല് പഠിച്ചിട്ടുണ്ട്. അതായത് മോഡൽ ഓക്സിലറീസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് പഠിപ്പിക്കുന്ന എല്ലാ വേർബ്സുകളും മോഡൽ ഓക്സിലറിയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ ഓക്സിലറിയും ഒരേ യൂസേജ് ആണ്. ഒരേ യൂസേജ് ആണ്. സബ്ജക്ട് മാത്രമല്ല, വെറും അതാണ് യൂസേജ് പറയുന്നത്. ഒരേ യൂസേജ് ആണ്. അതായത് സബ്ജക്ട് കഴിയുന്നു, മോഡൽ ഓക്സിലറി പറയുന്നു, അത് കഴിഞ്ഞ് വെർബിന്റെ ഒന്നാമത്തെ രൂപം മാത്രം പറയുന്നു. കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ വാക്ക് നോക്കാം. എന്താണ് മേ? മേ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മേ എന്ന് വെച്ചാല് പണ്ട് മിലിക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തൊരു കഥയാണ് കേട്ടോ. അതാണ് ഈ സൗണ്ട് വരുന്നത്. അതായത് ആ കഥ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മൾ മേ ഉപയോഗിക്കുന്നത്, സാധാരണ നമ്മൾ മേ ഉപയോഗിക്കുന്നത് അനുവാദം ചോദിക്കാനും അനുവാദം കൊടുക്കാനും. അപ്പൊ അതിലുള്ള ഒരു കഥയായിട്ട് റിലേറ്റ് ചെയ്ത് ഞാൻ പറയാണ്. അപ്പൊ ഒരു വലിയ ഒരാട് അതിന്റെ കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ തീറ്റ തേടി പോവാണ്, അല്ലെ? തീറ്റ തേടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയാടിന് എന്ത് സംഭവിച്ചു?
കുട്ടിയാണ് വെള്ളം കുടിക്കാൻ ദാഹിച്ചു ദാഹിച്ചു. അല്ലെ? അപ്പൊ കുട്ടിയോട് നേരെ ഓടിയിട്ട് അവിടെ നല്ല ഒരു ചെറിയൊരു പോണ്ട് കാണുന്നുണ്ട്, അവിടെ വെള്ളം കാണുന്നുണ്ട്. അപ്പൊ ഈ അമ്മയാടാണെങ്കിൽ കുട്ടികളെ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രകൃതാണ് അല്ലെ? അപ്പൊ കുട്ടികൾക്ക് തിരിച്ചും അമ്മേനോട് നല്ല സ്നേഹമാണ്. അപ്പൊ കുട്ടികൾ എപ്പോഴും അനുവാദം ചോദിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ? പോവുള്ളൂ. അപ്പൊ വെള്ളത്തിന് ദാഹിച്ചു കഴിഞ്ഞപ്പോ അനുവാദം ചോദിക്കാനൊക്കെ ആടുകൾക്ക് പറ്റില്ല അല്ലെ? കുട്ടി വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അവിടെ ചെന്നതിന് ശേഷം ഈ അമ്മയാടിനോട് ചോദിക്കുകയാണ് ഈ വെള്ളം കുടിച്ചോട്ടെ എന്ന് അല്ലെ? അനുവാദം ചോദിക്കുകയാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, മേ എന്നാവും ചോദിച്ചിട്ടുണ്ടാവുക. ആടിന്റെ ആ സൗണ്ട് അങ്ങനെ ആയതുകൊണ്ട് എല്ലായിടത്തും എന്ത് വേണമെങ്കിലും ചോദിക്കുന്നതും മേ വെച്ചിട്ടാണ്. ഇതാണ് കഥ, ഞാൻ എളുപ്പം പറഞ്ഞതാണ്. അപ്പോ നമുക്ക് ഈ മേ എന്നുള്ള സൗണ്ട് കേട്ട അപ്പൊ തന്നെ ആലോചിക്കണം, അത് അനുവാദം ചോദിക്കാനും അനുവാദം കൊടുക്കാനും ഉള്ളതാണ് അല്ലെ? അനുവാദം എങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക അമ്മയാട്? മേ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും, മേ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് മൈൻഡിൽ പിടിക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെ ചെന്നിട്ട് നമുക്ക് അനുവാദം ചോദിക്കണമെങ്കിൽ മേ അല്ലെ? അത് നീട്ടാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് മേ എന്ന് പറയും, ആടുകള് മേ എന്ന് പറയും അല്ലെ? രണ്ട് നീട്ടം കൂടുതലായിരിക്കും. അപ്പൊ നമ്മള് ഓഫീസിലേക്ക് ചെല്ലുകയാണ്, ബോസിന്റെ അടുത്ത് ഡോറ് തുറന്നിട്ട് അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് എങ്ങനെ ചോദിക്കുക? അവിടെ നീട്ടണ്ട, നീട്ടിക്കഴിഞ്ഞാൽ ആടാണെന്ന് വിചാരിക്കും അല്ലേ? നീട്ടിക്കഴിഞ്ഞാൽ ആടാണെന്ന് വിചാരിക്കും. അപ്പൊ സർ മേ ഐ കം, ഞാൻ വന്നോട്ടെ അല്ലേ? മേ ഐ കം ഇൻ, ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ? മേ ഐ കം ഇൻ സർ, ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ സാർ അല്ലേ? അപ്പൊ ഡോക്ടർ അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പൊ പേഷ്യന്റ് കയറി വരികയാണ്. അപ്പൊ പേഷ്യന്റ് എന്തായാലും ചോദിക്കണ തന്നെയാണ്, മേ ഐ കം ഇൻ സർ, ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ. അപ്പൊ ഡോക്ടർ എങ്ങനെയായിരിക്കും അനുവാദം കൊടുക്കുക? യു മേ അങ്ങനെ പറയണം. യു മേ കം, യു മേ പ്ലീസ് കം, ഇങ്ങനെ തന്നെ പറയണം. അല്ലെങ്കിൽ യു മേ പ്ലീസ് കം ഇൻ, നിങ്ങൾ ഉള്ളിലേക്ക് വരൂ. നിങ്ങൾ വരൂ എന്നാണെങ്കിൽ കം മതി. ചിലവര് അവിടെ ഉണ്ടാകും ഓരോ ഇത് വന്നിട്ട് ഓരോ നമ്പർ തരും, എന്നിട്ട് ഓരോ 1 വരൂ, 2 വരൂ, അങ്ങനെ 3 വരൂ, 4 വരൂ. അപ്പൊ ഇവിടെ നമ്മൾ വലിച്ചു നീട്ടുന്നില്ല, മേ അല്ലെ? മേ എന്നുള്ള അനുവാദം കൊടുക്കാനും അനുവാദം വാങ്ങിക്കാനുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ സെന്റൻസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. സബ്ജക്ട് പറയുന്നു, നമ്മൾ മേ പറയുന്നു, അത് കഴിഞ്ഞിട്ട് വെർബ് പറയുന്നു അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് വരാന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? നിങ്ങൾക്ക് അത് ചെയ്യാം, നിങ്ങൾക്കത് ചെയ്യാം. യു മേ ഡു ദാറ്റ്, ഡു ദാറ്റ്, നിങ്ങൾക്ക് അത് ചെയ്യാം. എന്താ രണ്ടെണ്ണം എന്ന് വെച്ചാൽ ഒന്ന് ചെയ്യാറുണ്ട്. ഡു എന്നുള്ളത് ഒരു വെർബും കൂടിയാണ്. ഡു ഓക്സിലറി വെർബ് മാത്രമല്ല, ഡു എന്നുള്ളത് ചെയ്യുക എന്നുള്ള വെർബും കൂടിയാണ്. ചെയ്യുക എന്നുള്ള വെർബ് ഏതാ? ഡു ആണ്. അത് തന്നെ ഓക്സിലറി വെർബും. ഈ എല്ലാ ഓക്സിലറി വെർബുകളും ചില സമയത്ത് വെർബുകളും ആവും. മനസ്സിലായില്ലേ? അത് വെർബും കൂടിയാണ് അല്ലേ? നിങ്ങൾക്ക് പോകാം, യു മേ ഗോ, നിങ്ങൾക്ക് ചെയ്യാം, യു മേ ഡു, നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനി അതാണെങ്കിൽ യു മേ ഡു ദാറ്റ്, നിങ്ങൾക്ക് അത് ചെയ്യാം അല്ലേ? നിങ്ങൾക്ക് അവനെ വിളിക്കാം, അനുവാദം കൊടുക്കല്ലേ? യു മേ കോൾ ഹിം, നിങ്ങൾക്ക് അവനെ വിളിക്കാം. നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾക്ക് എഴുതാം. യു മേ റൈറ്റ്, നിങ്ങൾക്ക് എഴുതാം അല്ലേ? ഇനി ഇത് ചോദ്യമാക്കുകയാണെങ്കിലോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി. ചോദ്യമാക്കുകയാണെങ്കിൽ സിമ്പിൾ അല്ലേ? ചോദിക്കാണ്, അനുവാദം ചോദിക്കാണ്. മേ ഐ ഡ്രിങ്ക്, ഞാൻ വെള്ളം കുടിച്ചോട്ടെ? മേ ഐ സ്ലീപ്പ്, ഞാൻ ഉറങ്ങിക്കോട്ടെ? മേ ഐ ബാത്ത്, മേ ഐ ടേക്ക് എ ബാത്ത്, ഞാൻ ഒന്ന് കുളിച്ചോട്ടെ? അനുവാദം ചോദിക്കാൻ എന്തും പറയാം. അമ്മേനോട് അനുവാദം ചോദിക്കാറില്ലേ കുറെ കാര്യങ്ങൾക്ക്? ചെയ്യട്ടെ എന്നുള്ളത്. അപ്പൊ ഇത് വെച്ച് ചോദിച്ചോ. നമ്മളിങ്ങനെ പോവാണ്, റോഡിലൂടെ പോവാണ്, അപ്പൊ ആ കടയില് കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ ഞാനിത് മേടിച്ചോട്ടെ? മേ ഐ ബൈ സം എന്താണ്, കാൻഡീസ് അല്ലെങ്കിൽ ലോലിപോപ്സ് അല്ലെ? മേ ഐ ലോലിപോപ്പ് അധികം മേടിക്കാറില്ല, കാൻഡീസേ മേടിക്കാറുള്ളൂ. ഓക്കെ, പിന്നെ മേ ഐ
Go to school. മേ ഐ ഗോ ടു സ്കൂൾ. അത് അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്കൂളിൽ പോവാതിരിക്കുന്നതിനാണ് അനുവാദം വേണ്ടത് അല്ലേ? ഞാൻ സ്കൂളിൽ പോയിക്കോട്ടെ. മേ ഐ ഗോ ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയിക്കോട്ടെ. പിന്നെ എന്താ വെച്ചാല് മേ ഐ സ്ലീപ്. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കിത് പറയാട്ടോ. അപ്പൊ അനുവാദം ചോദിക്കുക എന്നുള്ളത് എവിടെ കേട്ട് കഴിഞ്ഞാലും വളരെ സിമ്പിൾ ആണ്. മേ എന്നുള്ളത് ഉപയോഗിച്ച് അങ്ങ് പറഞ്ഞാൽ മതി അല്ലേ? ഇനി ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ യു മേ നോട്ട് ചേർക്കുക, നോട്ട് ആക്കുക. യു മേ നോട്ട് ഗോ. നിനക്ക് അങ്ങോട്ട് പോകാനുള്ള അനുവാദം ഒന്നുമില്ല കേട്ടോ. അപ്പോ അത് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നോട്ട് ചേർത്ത് അങ്ങ് പറയുന്നുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ഇതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് എന്ത്? മൈറ്റ്. മൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് മേ എന്നുള്ള നിങ്ങൾക്ക് ആകാം എന്നുള്ളതല്ലേ? നിങ്ങൾക്ക് ആകാം. ഇനി നമ്മളത് അത്ര തന്നെ ഉറപ്പില്ലാതെ ആകുമായിരിക്കാം എന്ന് പറയില്ലേ? ആകുമായിരിക്കാം എന്നുള്ള അധികം ഉറപ്പില്ലാതെ ഒരു സംഭവം നടന്നേക്കാം എന്ന് പറയുന്നതാണ് നമ്മൾ മൈറ്റ്. ഒരു പക്ഷേ നമ്മൾ പറയണം, ഒരു പക്ഷെ ഇന്ന് മഴ പെയ്തേക്കാം. അപ്പൊ ഈ ഒരു പക്ഷേ എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്ക് മേയുടെ കൂടെ ബി ചേർത്ത വാക്കാണ്. അതും കൂടി നമുക്ക് ആദ്യം മേ ബി. മേ ബി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ, അതായത് മേ എന്ന് എഴുതിയിട്ട് നമ്മൾ ഒരു ഗ്യാപ്പ് ഇടാതെ ബി കൂട്ടി ചേർത്ത് എഴുതും. മേ ബി ഒറ്റ വാക്ക്. മേ ബി ഒറ്റ വാക്കാണെങ്കിൽ അതിനർത്ഥം ഒരു വാക്കാണ്. അത് ഓക്സിലറി വെർബ്, 2 ഓക്സിലറി കൂടി ഉണ്ടായിട്ടുള്ള ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം ഒരു പക്ഷേ എന്നാണ്. പക്ഷേ മേ എന്ന് എഴുതിയിട്ട് ഒരു ലെറ്ററിന്റെ സ്പേസ് കൊടുത്തിട്ട് പിന്നെ ബി എഴുതുകയാണെങ്കിൽ അത് ആകാം എന്നാണ്. അതായത് ആകും എന്നുള്ളതിനെ നമ്മൾ എന്താ പറയാ? ആകും. വില്ല് കഴിഞ്ഞിട്ട് ബി എഴുതി, അതാണ് ആകും. ഇനി ആകാം എന്നാണെങ്കിൽ മേ കഴിഞ്ഞിട്ട് ബി എഴുതും, അതാണ് ആകാം. മേ ബി. ഇനി ഷാള് കഴിഞ്ഞിട്ട് ബി എഴുതും, ആയേക്കാം. ഷാൾ ബി, ആയേക്കാം. അങ്ങനത്തെ. ഇനി വുഡ് കഴിഞ്ഞിട്ട് ബി എഴുതും, വുഡ് ബി. അതായിരിക്കാം എന്നാണ്. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. വില്ല് കഴിഞ്ഞ് ബി എഴുതിയാൽ 100% ആകും. ആകും. വില്ല് കഴിഞ്ഞിട്ട് ബി. മേ എഴുതിയിട്ട് ബി എഴുതിയാണെങ്കിൽ മേ ബി, ആകാം. മേ എന്ന് ആവാം, ഒരു പക്ഷെ സാധ്യതയൊക്കെയാണ് കൂട്ടുന്നത്. അതിന്റെ കൂടെ ബി ഇട്ടാല് ആകാം. ഷാള് കഴിഞ്ഞിട്ട് ബി എഴുതിയാലും ആകാം അല്ലെ? വുഡ് കഴിഞ്ഞിട്ട് ബി എഴുതുകയാണെങ്കിൽ നമ്മൾ ഇനി വുഡിന്റെ മീനിങ് പഠിക്കും, അത് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുമായിരുന്നു എന്നാണ്. അപ്പൊ ആകുമായിരിക്കാം. വുഡ് ബി എന്ന് പറഞ്ഞാൽ ആകുമായിരിക്കാം. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്ന മൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആകുമായിരിക്കാം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ആകാം എന്ന് തന്നെയാണ്. അതിന്റെ കൂടെ നമ്മൾ ബി ഇട്ടാലും ആകുമായിരിക്കാം. ഓക്കെ. ഇനി ഷുഡ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഡണം. എല്ലാത്തിന്റെ കൂടെ ബീഡാം. ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകണം എന്നാണ്. അപ്പോ ആകണം ഓക്സിലറി വെർബ്സിൽ മാത്രമേ ഉള്ളൂ ബീഡാ. അതെ. ഈ മോഡൽ ഓക്സിലറീസിന്റെ കൂടെയാണ് നമ്മൾ ബീഡുക. ബാക്കിയൊന്നും ബീഡാൻ പറ്റില്ല. ഇല്ല. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമീസ് ആറ് അല്ലേ? അത് ഓൾറെഡി ആമീസ് ആറ് ഉണ്ടല്ലോ, അതിന്റെ ഒരു വേറെ രൂപമാണല്ലോ ബി അല്ലേ? അപ്പൊ ഷുഡിന്റെ കൂടെ ബി ഇട്ടാലോ? ഷുഡ് ബി, ആകണം. ഇങ്ങനത്തെ വാക്ക് ഞാൻ ഇത് നമ്മൾ ഇനി പഠിക്കും കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ മോഡൽ ഓക്സിലറി വെർബിന്റെയും കൂടെ സത്യം പറഞ്ഞാൽ അച്ചപ്പ പഠിപ്പിച്ചു. ഇത് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. നമുക്ക് ക്ലാസ് പഠിക്കുന്ന സമയത്ത് പഠിക്കാം. ഇതിപ്പോ നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതി. ഇത് ആകെ കൺഫ്യൂഷൻ ആവും. ഓരോ വാക്കിന്റെ കൂടെ ബി ചേർത്ത എന്താണ് മീനിങ് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ കേട്ടാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് മൈറ്റ്. മൈറ്റ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. മേ ബിയും മേ ബിയും അല്ലെ? മേ ബി, മേ ബി. മേ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പക്ഷേ. മേ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആകും എന്നതിന്റെ സാധ്യത കുറച്ച് പറയുന്നതാണ്. ആയേക്കാം എന്ന് പറയുന്നതാണ്. അതെ. അപ്പൊ ആയേക്കാം എന്നുള്ള മേ ബി നമ്മൾ പറയുന്നില്ലേ, അതേ മീനിങ് തന്നെയാണ് മൈറ്റ്. മേ ബി എന്ന് പറഞ്ഞാലും മൈറ്റ് എന്ന് പറഞ്ഞാലും ആയേക്കാം എന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് മൈറ്റ് വെച്ചിട്ടുള്ള വാക്കുകൾ നോക്കാം. മൈറ്റ് എന്നുള്ള സാധ്യതയാണ് അല്ലെ? മേ ബി എന്ന് പറഞ്ഞാലും ആകാം, അല്ലെങ്കിൽ ഒരു സാധ്യതയാണ്. അതേ മീനിങ് തന്നെയാണ് മൈറ്റ്. ആകുമായിരിക്കാം. അപ്പൊ ഞാൻ പറയാണ് ഇന്നൊരു പക്ഷെ മഴ പെയ്യുമായിരിക്കാം.
സാധ്യതയുണ്ട്. ഇന്നൊരു പക്ഷേ മഴ പെയ്യുമായിരിക്കാം. ഇത് പല രീതിയിലും പറയാം. മൈറ്റ് ചേർത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റിൽ തുടങ്ങണം. ഓക്കെ, അപ്പൊ എങ്ങനെ പറയും? ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. ഇന്നൊരു പക്ഷേ മഴ പെയ്തേക്കാം. ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ അല്ലേ? എനിക്ക് എങ്ങനെ അറിയില്ല ഈ ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ എന്ന് പെട്ടെന്ന് പറയാൻ കിട്ടും. അത് കുഴപ്പമില്ല, അത് നമുക്ക് എങ്ങനെ ശരിയായിക്കോളും. ഇന്നൊരു പക്ഷേ മഴ പെയ്തേക്കാം. റെയിൻ ടുഡേ. ഇനി നമുക്ക് മൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആകുമായിരിക്കാം. അപ്പൊ ആകുമായിരിക്കാം എന്നുള്ളൊരു സാധ്യത വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് വാക്കുകൾ നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ പോകുമായിരിക്കാം. എന്നുവെച്ചാൽ ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഞാൻ വന്നു, അപ്പൊ ഞാൻ പറയാണ് ചിലപ്പോ എന്നുള്ളത് മേ ബി എന്ന് ചേർത്ത് വേണമെങ്കിൽ പറയാം. ഇനി അതില്ലാതെയും പറയാം, ഞാൻ പോകുമായിരിക്കാം. അപ്പൊ എങ്ങനെ പറയും? ഐ മൈറ്റ് ഗോ. ഞാൻ പോകുമായിരിക്കാം. ഐ മൈറ്റ് ഗോ. അത്രേ ഉള്ളൂ. ഐ മൈറ്റ് ഗോ. ഞാൻ പോകുമായിരിക്കാം. അവൻ പോകുമായിരിക്കാം. ഹി മൈറ്റ് ഗോ. അത്രേ ഉള്ളൂ. അവൻ വിളിക്കുമായിരിക്കാം. ഹി മൈറ്റ് കോൾ. ഹി മൈറ്റ് കോൾ. ഞാൻ ഉറങ്ങുമായിരിക്കാം. ഐ മൈറ്റ് സ്ലീപ്. ഞാൻ കഴിക്കുമായിരിക്കാം. ഐ മൈറ്റ് ഈറ്റ് അല്ലെങ്കിൽ ഹാവ്. ഇത്രേ ഉള്ളൂ സംഭവം. ഒരു കാര്യം ചെയ്യുമായിരിക്കാം എന്ന് പറയുന്നതിനാണ് നമ്മൾ മൈറ്റ് ചേർത്ത് പറയാം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, ഇത് കൂടുതലൊന്നും നമുക്ക് അങ്ങനെ എന്താ പറയുക കൺഫ്യൂഷൻ ഉള്ള സംഭവമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് മെയിൻ മൈറ്റ് ഞാൻ സിമ്പിൾ ആയിട്ട് ഇതിൽ അവസാനിപ്പിക്കുകയാണ്. വേറെ അതിനകത്ത് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്ത് വേണേലും ഇത് ചേർത്ത് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ 5 വെർബുകൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വെർബ് നമ്മൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യൂലേ, സങ്കല്പിക്കുക എന്ന് പറയാം. അതിന് ഇമാജിൻ എന്ന് പറയാം. ഓക്കെ, ഇമാജിൻ സങ്കല്പിക്കുക. ഇമാജിൻഡ് സങ്കല്പിച്ചു. സങ്കല്പിച്ചിട്ടാണെങ്കിൽ ഇമാജിൻഡ്. ഇമാജിൻഡ്. ഓക്കെ, ഇനി അടുത്ത വാക്ക് ഇംപ്രൂവ്. ഇംപ്രൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തു, നമ്മൾ അതൊന്നും കൂടി മെച്ചപ്പെടുത്തണം എന്നൊക്കെ ആണെങ്കിൽ എനിക്കത് മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇംപ്രൂവ് ഉപയോഗിക്കാം. ഓക്കെ, ഇംപ്രൂവ്, ഇംപ്രൂവ്ഡ്. ഇനി ഇൻക്ലൂഡ്. ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഭവത്തിൽ ഉൾക്കൊള്ളിക്കുന്നതിനാണ് ഇൻക്ലൂഡ് എന്ന് പറയുക. ഉൾക്കൊള്ളിക്കുക. ഇൻക്ലൂഡ്, ഇൻക്ലൂഡഡ്, ഇൻക്ലൂഡഡ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന വേറൊരു വാക്കാണ് ജോയിൻ ചെയ്യിപ്പിക്കുക. എന്താ പറയാ? ജോയിൻ, ജോയിൻഡ്, ജോയിൻഡ്. 2 കാര്യങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനാണ് ജോയിൻഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഓഫീസിൽ പുതുതായിട്ട് അവിടെ ചേരുന്നതിന് നമ്മൾ ജോയിൻ തന്നെ പറയാം. 2 രീതിയിൽ അത് ഉപയോഗിക്കും. അടുത്ത നമ്മൾ ഇൻഫോം ചെയ്യാം. നമ്മൾ അറിയിക്കുക, ഒരു കാര്യം അറിയിക്കുന്നതിനാണ് ഇൻഫോം ചെയ്യാന്ന് പറയാം. അപ്പോൾ ഇൻഫോം, ഇൻഫോംഡ്, ഇൻഫോംഡ് അല്ലേ? നമ്മൾ ഇൻഫോം ചെയ്യാം, ഒരു കാര്യം അറിയിക്കുക. ഇൻഫോം, ഇൻഫോംഡ്, ഇൻഫോംഡ്. ഓക്കെ, 5 വാക്ക്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം. ഓക്കെ, ഞാൻ ഈ ഡോർ ഒന്ന് തുറന്നോട്ടെ. ഞാന് ഈ ഡോർ ഒന്ന് തുറന്നോട്ടെ. ഓക്കെ, അടുത്ത ചോദ്യം. എന്റെ ചോദ്യം, ഇന്നൊരു പക്ഷേ എന്നുവെച്ചാൽ ഈ കാലാവസ്ഥ മാറിയേക്കാം. ഇന്നൊരു പക്ഷെ കാലാവസ്ഥ മാറിയേക്കാം. ഇന്നൊരു പക്ഷെ കാലാവസ്ഥ മാറിയേക്കാം. കാരണം ഇപ്പൊ ആകെ നല്ല നല്ല കാലാവസ്ഥയാണ്, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മോശമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ മോശമുള്ള കാലാവസ്ഥയാണ്, കുറച്ച് കഴിയുമ്പോൾ നന്നായിരിക്കാം. നമ്മളൊരു സാധ്യത വെച്ച് പറയാണ് ഇന്നൊരു പക്ഷെ കാലാവസ്ഥ മാറിയേക്കാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മേ ബി വെച്ച് പറയരുത്, നമ്മളല്ലാതെ ഉപയോഗിച്ചില്ലേ അതൊന്ന് പറയണേ. ഓക്കെ, അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ബിഗിനേഴ്സ് ചാലഞ്ചായി നമ്മൾ വീണ്ടും വരും. അപ്പോ അടുത്ത ഡേ വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത ഡേ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.